ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിഞ്ഞ് കറി വെക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കി എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മത്തി എടുത്തിട്ടുണ്ട്. ഈ മത്തി ഒരു 750 ഗ്രാം ഉണ്ടായിരുന്നു. ഇത് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് 1/2 കിലോ ഉണ്ട്. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് വേണ്ടത് മാങ്ങയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പുളിയുള്ള 2 ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ മാങ്ങ ചേർക്കുമ്പോൾ മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായിരിക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ 1-ാം പാല് 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 2-ാം പാല് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് 2-ാം പാല് കുറച്ച് കൂടുതൽ എടുക്കുക. അത് നമ്മുടെ കറിക്ക് എന്തായാലും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് 2-ാം പാല് ചേർക്കാം. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. ഞാനിവിടെ അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ചതച്ചെടുത്തേക്കുന്നത്. ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കാം. പിന്നെ കറിവേപ്പില വേണം, പച്ചമുളക് വേണം. ഞാനിവിടെ നല്ല എരിവുള്ള 8 ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് സാധാരണ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ നമ്മുടെ കറിക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. അല്ലെങ്കിൽ 2 മുളക് പൊടി മിക്സ് ചെയ്തിട്ടും ചേർക്കാം. ഈ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയിൽ നിന്ന് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മാത്രം കറി നമ്മൾ വെക്കുമ്പോൾ ചേർത്താൽ മതി. ബാക്കിയുള്ള 1/2 ടേബിൾ സ്പൂൺ ഈ കറിയിലേക്ക് നമ്മൾ താളിച്ച് ചേർക്കുമ്പോൾ ചേർക്കാം. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയിൽ നിന്നും മുളക് പൊടിയിൽ നിന്നും 2 നുള്ളു വീതം നമുക്ക് മാറ്റി വെക്കണം. അത് നമുക്ക് കറി നമ്മൾ താളിച്ച് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം സവോള ചോപ്പ് ചെയ്തിട്ടുണ്ട്. ആ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ഇടുക. പിന്നെ ഉണക്കമുളക്, കറിവേപ്പില. നമുക്ക് നോക്കാം ഇങ്ങനെ കറിയാക്കാന്ന്. ഇനി നമുക്ക് മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഏറ്റവും ആദ്യം സവോളയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ചേർക്കാം, ഇഞ്ചി ചേർക്കാം, പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഈ സവോളയ്ക്ക് നന്നായിട്ട് മൊരിയണം. എന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, ലോ ഫ്ലെയിമിലിടാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി അതിനൊരു 2 നുള്ളു മഞ്ഞൾപ്പൊടി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇപ്പോൾ ചേർക്കാം. ബാക്കിയുള്ള 1/2 ടേബിൾ സ്പൂൺ ഈ കറിയിലേക്ക് നമ്മൾ താളിച്ച് ചേർക്കുമ്പോൾ ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഈ മുളക് പൊടിയിൽ നിന്നും കുറച്ച് മുളക് പൊടി എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് കറി താളിച്ച് ചേർക്കുമ്പോൾ ചേർക്കാം. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം 2-ാം പാൽ ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ പിഴിഞ്ഞ് പാലെടുത്താണ്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തേങ്ങാപ്പാൽ ഇരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. ഞാനിങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർക്കാം. ഈ മത്തി നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ മത്തിയുടെ ഉള്ളിൽ ഇങ്ങനെ നെയ്യ് ഉണ്ടെങ്കിൽ ആ നെയ്യ് കളയണ്ട. അതുകൊണ്ട് നമ്മൾ കറിയിൽ ചേർക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ കറിയിലേക്ക് നമുക്ക് മാങ്ങ ചേർക്കാം. ഞാനിവിടെ ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഈ കറി നമുക്ക് വേവിക്കാം. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഈ മൺചട്ടി എടുത്തിട്ട് നമുക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഈ കറി ഒട്ടും അടിയിൽ പിടിക്കില്ല. അപ്പോൾ നമുക്ക് കറി മൂടി വയ്ക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ മൺചട്ടി എടുത്തിട്ട് നമുക്ക് പതുക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കാം. സ്പൂൺ വെച്ച് ഇളക്കണ്ട. സ്പൂൺ വെച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. നമുക്ക് മൂടി വെച്ചിട്ട് കറി വേവിക്കാം. നമ്മുടെ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാങ്ങയും മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കറിയിലെ ഗ്രേവിയും ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് 1-ാം പാൽ ചേർക്കാം.
ഈ 1/4 പാൽ ചേർത്തിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. മത്തി നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നല്ല നെയ്യുള്ള മത്തിയാണെങ്കിൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നല്ല നെയ്യുള്ള മത്തിയാണെങ്കിൽ ഇതേപോലെ നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ നെയ്യൊക്കെ ഇതേപോലെ നന്നായിട്ട് തെളിഞ്ഞു വരും. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. ഈ മൺചട്ടി നമ്മൾ എപ്പോഴും വെക്കുമ്പോൾ മൺചട്ടിയുടെ അടിയിൽ പരന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമ്മൾ മൺചട്ടി വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൺചട്ടിയുടെ അടി പെട്ടെന്ന് പൊട്ടിപ്പോവും. ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഈ മൺചട്ടി വെക്കുക. ഇനി കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സവോള ചേർക്കാം, ഉണക്കമുളക് ചേർക്കാം, കറിവേപ്പില ചേർക്കാം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കണം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. ഇപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാം. നമ്മുടെ മത്തി കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്.